നീ ലെഫ്റ്റ്, നീ റൈറ്റ്, നീ ലെഫ്റ്റ്, നീ റൈറ്റ്. ഇത്രയൊന്നും സ്കൂളിൽ പോലും പഠിച്ചല്ല. അല്ല, ഞങ്ങൾ കൊളീഗ്സ് ആയിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സായിട്ടോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലായിരുന്നു. പക്ഷെ പയ്യെ എപ്പോഴോ ഡിയോൺ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു വൈ നോട്ട്. പിന്നെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ മനസ്സിലായൊരു പാവാ. ഞങ്ങൾ LKG തൊട്ട് ഒരുമിച്ചാണ്. അതെ, ഞങ്ങൾ സ്കൂളിൽ മൊത്തം ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയത് LKG തൊട്ടേ 12th വരെ ഇങ്ങനെ അങ്ങനെ ഒരുമിച്ച് പഠിച്ച. ഇവര് ഡേറ്റിംഗ് ആണ് നമുക്കറിയായിരുന്നു. പക്ഷെ കല്യാണം ഇങ്ങനെ പെട്ടെന്ന് അനൗൺസ് ചെയ്തു. അപ്പൊ അത് ഇച്ചിരി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പെട്ടെന്നായോ അങ്ങനെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ആൾക്കാരാണ്. റേസ് എങ്ങനെയാണെങ്കിൽ ഡിയോൺ ഇങ്ങനെ, പക്ഷെ റേസ് എങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. Raisa in the life first 101 I've been a better person. She has helped me a lot to be a better person, to be honest. And then she has been guided me to be a God fearing person, to be honest. And then I'm really happy that it's finally happening for us. Still, yeah, she's been there with me for last 3 years. And I മലയാളത്തിൽ പറയണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാൾ വെയിറ്റ് ചെയ്ത ഒരു മൊമെൻ്റ് ഇപ്പം ഫൈനലി ഇപ്പോൾ വെഡ്ഡിങ് ഡേ ആയി, എൻഗേജ്മെൻ്റ് ആയി, എല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ട് വന്നു. അപ്പോൾ ഇപ്പോഴും റിയാലിറ്റി ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ടാണ്. പക്ഷേ ഇങ്ങനെ തന്നെ എപ്പോഴും സന്തോഷത്തോടെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ഫ്രാൻസിസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ബോണ്ടിങ് ഞങ്ങളൊരു 1.5 years ഒരു ഗ്യാപ്പേ ഉള്ളല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അനിയനുണ്ടാകുന്നിടം വരെ ഞങ്ങൾ തമ്മിലായിരുന്നു വഴക്കൊക്കെ. പിന്നെ അവന് ഉണ്ടായി കഴിഞ്ഞിട്ട് അവനൊരു പ്രായമായപ്പോൾ പിന്നെ റേസ അപ്പുമായി. പിന്നെ ഞാൻ മറ്റേ മൂത്ത ചേട്ടനായിട്ടൊക്കെ മാറി നിൽക്കുന്നു. എന്നെ സംബന്ധിച്ച് റേസ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാലിലാണ്. അപ്പോൾ ഡിയോളുള്ളപ്പം റേസ ഹാപ്പിയസ്റ്റ് ആണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരുമിച്ച്
രസം. ഞങ്ങൾ ഫ്ലാറ്റിലാണ്, അപ്പോൾ എല്ലാവരും എല്ലാ പരിപാടിക്കും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. സോ അങ്ങനെയാണ് ഞങ്ങൾ യങ് ഏജ് തൊട്ട് തന്നെ എല്ലാവരും ഒരുമിച്ചാണ്. ഡിയോൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ ഒരു കുറുമ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് നല്ല രസം, ഇങ്ങനെ എന്നൊരു ഫേസൊക്കെ വെച്ചിട്ടായിരിക്കും ആൾ പോയ സ്ഥലത്തിരിക്കും. പിന്നെ നമ്മൾ പുറകെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ആളൊന്ന് സോർട്ട് ആവും. പിന്നെ ഈസ് ഓൾ ലവിങ് ആൻഡ് കെയറിങ് ബ്രദർ. My dearest Dion, if someone had told me 5 years ago that the guy sitting in the office would one day become my husband, I would have laughed. But here we are. Looking back, I can see how God was writing our story long before either of us knew it. What began as colleagues slowly became friendship, then love, and today a lifetime promise. ചേച്ചിയുടെ ജബ്ബിംഗ് മെറ്റിലെ ഷാഹിദ് കപൂറും കരീന കപൂറും പോലെ ചേച്ചിക്ക് പറ്റിയൊരു ഷാഹിദ് കപൂറും ഡിയോൺ ചേട്ടന് പറ്റിയൊരു കരീന കപൂറിനെയും കിട്ടിയതാണ് എൻ്റെ വിശ്വാസം. അപ്പം അവർ എന്തായാലും ബാക്കി അവരുടെ മാരീഡ് ലൈഫ് അടിച്ചു പൊളിക്കും, അതെന്തായാലും ഉറപ്പാണ്. അവർ രണ്ടുപേരുടെയും മുഖത്തുള്ള ഹാപ്പിനെസ് ഫൈനലി ഒഫീഷ്യലി ദൈവത്തിന്റെ മുന്നിൽ ഒന്നിക്കുന്നത് വാസ് ബ്യൂട്ടിഫുൾ. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ്. അക്കോർഡിംഗ് ടു തരുണിന്റെയും ഡിയോന്റെയും മമ്മി ആൻഡ് പപ്പ ഭയങ്കര സ്നേഹവും ഒരിക്കലും അടി ഉണ്ടാക്കാത്ത നല്ല പിള്ളേരാണ് ഇവര്. പക്ഷെ ഇവരുടെ കസിൻസ് എടുത്ത് ഇവരെല്ലാരും ചിരിക്കുക. ചേട്ടന്മാരോ പിന്നെ എടുത്തിട്ട് കവത്തിയിടുന്ന അവര് പറയുന്നത്. എന്തൊക്കെ വന്നാലും ഡിയോൺ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഹി കനോട്ട്, അത് സഹിക്കാൻ പറ്റില്ല. ഞാനും രേസും ലൈക്ക് വി ആർ കസിൻസ്. എന്താ പറയുന്ന കുഞ്ഞികൾ തൊട്ട് വി യൂസ് ടു കം. അവൾ പണ്ടേ തൊട്ട് എന്താ പറയുന്ന ഒരു ചെറിയ പെർഫെക്ഷനിസ്റ്റാ. ആൻഡ് സീയിങ് ഹർ ഗെറ്റിംഗ് മാരീഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഐ എം വെരി ഹാപ്പി ആൻഡ് റിലീവ്ഡ്. ശരിക്കും ഒരു നല്ല ലൈക്ക് യു ഫൈൻഡ് സമൺ പെർഫെക്റ്റ് ഫോർ യു who is like you and in similar ways but little bit opposite, but it's perfect for you, I feel. റേസ് ശരിക്കും എനിക്ക് എൻ്റെ അനീത്തെ പോലെയാണ് ഞാൻ ശരിക്കും കാണുന്നത്. ഐ റിയലി സീ ഹെർ ആസ് മൈ ഓൺ. ഐ ആം സോ ഹാപ്പി ടു ഹാവ് എ ന്യൂ സിസ്റ്റർ ഇൻ ടു ദ ഫാമിലി. നമ്മളെല്ലാവരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും അടിച്ചു പൊളിച്ചൊരു നല്ലൊരു ഹാപ്പി ഫാമിലിയാണ്. സോ വി ആർ ഹാപ്പി ടു ഹാവ് ഹെർ ആൻഡ് വി വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ഗുഡ് കെയർ ഓഫ് ഹെർ. നല്ലൊരു ഫാമിലിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വളരെ ഇഷ്ടപ്പെട്ടു. മെൻഡസും ഫാമിലി നമ്മളെ വളരെ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളായിട്ട് ഇണങ്ങി ചേരുന്ന ഒരു ഫാമിലി കേട്ടോ. 2 ആൺമക്കളാണ് ഞങ്ങൾക്ക്, പക്ഷെ 4 മക്കളെ തന്ന ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഉറപ്പിച്ചപ്പോഴുള്ള ഫീൽഡ് മോള് പോവുകയാണല്ലോ എന്നുള്ളൊരു ഷോക്കുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആളാണല്ലോ, അതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിക്കപ്പെട്ടെന്നുള്ളൊരു ഫീലുണ്ട്. ഇപ്പോൾ ഇതുവരെ എല്ലാം ദൈവം നടത്തി തന്നതിൻ്റെ ഒരു എല്ലാ പരിപാടിയും എല്ലാ പ്രോഗ്രാംസും ദൈവത്തിന്റെ കൃപയാൽ എല്ലാം നന്നായി. I promise that Jesus will always be at the center of our marriage. When life is good, we'll thank Him. When life is hard, we'll lean on Him. And through every season, we'll keep walking toward Him together. Dion, thank you for being my answered prayer, my greatest blessing, my best friend, and now my husband. Of all the things God has given me, I'm most grateful that He gave me you. Today, tomorrow, and for the rest of my life, I choose you. I love you.
തീർച്ചയായും ചേച്ചിനെ മിസ് ചെയ്യും. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ കോളേജിൽ പോയെന്ന് വന്നാലും കോവിഡ് വന്നു, അപ്പം വീട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. പിന്നെന്താ, വർക്കാണെങ്കിൽ പോലും മിക്കവാറും വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ചേച്ചിയാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് ഒരാളെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ ഹോസ്റ്റലിൽ പോലും വിട്ടാൽ 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് വരും. അപ്പോൾ ചേച്ചിനെ തീർച്ചയായിട്ടും മിസ് ചെയ്യും. We are all here to celebrate the wonderful occasion of the wedding of Dion and Raisa.